السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ ഉലമാ ശിരോമണികളെ, സാദാത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മാഷാ അല്ലാഹ്, നന്ദി ദാറുസ്സലാം ഈ സമുദായത്തിന് സമ്മാനിച്ച ഒരു ഹജ്ജത്തിന്റെ ഓർത്തുകൊണ്ടാണ് ഈയുള്ളവൻ വാക്കുകൾ ആരംഭിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളം വലിയ ഒരു അത്യാഹിതം നേരിട്ടപ്പോ ശംസുൽ ഉലമാ ഖുദ്ദിസ സിർറുഹു അവർകൾ അവിടെ ദീനുൽ ഇസ്ലാമിന്റെ ഹുജ്ജിയത്ത് വ്യക്തമാക്കിയതുപോലെ ബിശാറത്ത് തഫ്സീറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ കേരളമാകെ നോക്കി ആര് ഈ അവസരത്തിൽ ഇതിനെ നേരിടാൻ മാത്രം അർഹനായ ഒരു വ്യക്തി കേരളത്തിലെ ഒരാളുണ്ട്. അപ്പോഴാണ് ആരും നനച്ചിരിക്കാതെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഞാനതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിരിയാനിയിൽ, ഇംഗ്ലീഷിലും, സംസ്കൃതത്തിലും നേരിട്ടുകൊണ്ട് ഏതുവരെ അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നില്ലേ ഉലമാഉ ഹാദിഹിൽ ഉമ്മ കഅംബിയാഇ ബനി ഇസ്രായീൽ, ഞങ്ങൾ പറയുന്നില്ലേ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായീലുകളിലെ പ്രവാചകന്മാർ പോലെയാണ് എന്ന് പറയുന്നില്ലേ? ആ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരിൽ ഒരാളല്ലേ ഈസാ നബി? അതെ എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളും ആദീനിൽ പ്രവാചകന്മാരെ പോലുള്ള പണ്ഡിതന്മാരല്ലേ?
മരിച്ചവരെ ഹയാത്താക്കിയിരുന്നു, മരിച്ചവരെ ഹയാത്താക്കിയിരുന്നു. നമ്മളും നിങ്ങളുടെ മുമ്പിൽ അതുപോലെ ഒരു ശവശരീരം കൊണ്ടുവന്നാൽ നിങ്ങൾ ഹയാത്താക്കുമോ? അല്പസമയം മിണ്ടാതിരുന്നു ലോകത്തിന് മുഴുവൻ അന്താളിപ്പിൽ മുൾമുനയിൽ ശംസുൽ ഉലമ നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, കൊണ്ടുവാ. എന്താ പറഞ്ഞു? അവർ സ്തബ്ധരായി പോയി. അവര് സ്തബ്ധരായി നിന്നു. പക്ഷെ അവർക്ക് ജവാബില്ല. അപ്പോ അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ കുറെ വിശദീകരിക്കാനുണ്ട്. അപ്പോ ഈ ദീനുൽ ഇസ്ലാമിലെ ആളുകളൊക്കെ അപ്പോഴാണ് ശംസുൽ ഉലമയെ കാണുന്നതും മനസ്സിലാക്കുന്നത്. അപ്പോ ഇതര പ്രസ്ഥാനക്കാരും ഞങ്ങൾക്ക് പറ്റിയില്ല, ഞമ്മക്ക് ഇതുപോലെ ഒരാളില്ലല്ലോ ഇങ്ങനെ നിലനിൽക്കാൻ, അങ്ങനെ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ നിശ്ചോട്ട് അക്ബറിനെ പോലും പിന്നെ പടച്ചുണ്ടാക്കിയത്. അക്ബറിനെ കേട്ടിട്ടുണ്ടാകും അവരെ പോലുള്ളവർ. കാരണം ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് നിശ്ചോട്ടും അതിൻ്റെ കൂട്ടരും. എന്നാൽ ഇതേ ചോട്ടത്തിന്റെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് സഹോദരന്മാരെ. അതായത് മറിയം ബീവിയെ അവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ ചീത്തക്ക് കണക്കില്ല. ഞാൻ തന്നെ കോരിത്തരിച്ചു പോയി. എന്താണ് സഹോദരൻ? യഥാർത്ഥത്തിൽ പ്രബോധനത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഐബിനെ പറയാതിരിക്കുക. എന്നിട്ട് അവരുടെ സൃഷ്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലുള്ള അതല്ലെങ്കിൽ അതേപോലുള്ളത് മറ്റൊരു രൂപത്തിൽ ഒരു സ്ഥിതിവിശേഷമായി മനുഷ്യന്മാർ ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ടിട്ട് അവർ നടത്തി രൂപത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള ആക്ഷേപവും നമ്മൾ കേട്ടു. അപ്പോൾ അതിനു മുമ്പിൽ ഒരു ഹുജ്ജത്തായിട്ട് നിലകൊണ്ടത് നന്ദിദാറുസ്സലാമിന്റെ സന്തതിയായ ശുഐബ് അൽ-ഹൈതമി അവരുകളാണ്. അവരുടെ ആ ഭാഷണവും ആ നിൽപ്പും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ സമയത്ത് ഒരു ചാഞ്ചല്യമില്ലാതെ, കാരണം 6 മനുഷ്യന് ഇദ്ദേഹത്തിനെ എങ്ങനെയെല്ലാം വ്രണപ്പെടുത്തി വെപ്രാളപ്പെടുത്താൻ ഓരോന്ന്, അതായത് മസ്തിഷ്കത്തിനെ ചൂണ്ടിട്ട് നിന്റെ മസ്തിഷ്കം അങ്ങനെയാണ് ഇങ്ങനെ എന്ന് വരെ പറഞ്ഞിട്ട് കിടിലം കൊള്ളിക്കാൻ ശ്രമിച്ച ആ മനുഷ്യന്റെ, ഞാൻ മുസ്ലിം എന്നല്ല പറയുന്നത്, മനുഷ്യൻ അവരെ പറ്റി അവരുടെ മുമ്പിൽ ദീനുൽ ഇസ്ലാമിന്റെ ഒരു ഹുജ്ജത്തായി തന്നെ നന്ദിദാറുസ്സലാമിന്റെ സന്തതി അത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്
وأيتميين وسائر العلماء والشباب في هذه الولاية وغيرها. وأيها ബഹുമാന്യരെ, മാഷാ അല്ലാഹ്, കാരണം അതുകൂടി പറയൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ആവശ്യമായിരുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചതുമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു വന്നപ്പോൾ ഒരാൾക്ക് പറഞ്ഞ കൊണ്ടും ആളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അതുപോലെ ആര് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് ശുഐബ് ഹൈതമി നിന്നതുപോലെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് അദ്ദേഹത്തെ കൊണ്ട് സ്മിതാരിമകളെയും അപ്പം മറ്റു ഉലമാക്കളെയും നമ്മൾ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ഇനിയെന്നുള്ള കൊള്ളാൻ അദ്ദേഹത്തിന് നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു. പിന്നെ ഞാൻ വരുന്നതും പോകുന്നതും നിങ്ങളൊന്നും മനസ്സിലാക്കും പോലെയൊന്നുമല്ല. എനിക്ക് ചിലപ്പോൾ കഴിയും, ചില അവസരങ്ങൾ കഴിയില്ല. ഇപ്പം ചിലപ്പോൾ പോകുന്ന സ്ഥലത്ത് തന്നെ പോകുന്ന ആ സമയത്ത് ചിലപ്പോൾ കഴിയാതായി പോകും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ടിട്ടാണ് അല്ലാതെ ഈ സമ്മേളനത്തിൻ്റെ മഹത്വവും പൊരുത്തവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ എങ്ങനെ തയ്യത് ചെയ്യണം. പക്ഷേ എന്താണ്, അതിനെ മഹദൂറാണ് സഹോദരന്മാർ. അതുകൊണ്ട് നമ്മളോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് മാഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും അവസരം